വെൽക്കം ടു കുട്ടു എൻ്റർടൈൻമെൻറ്റ്സ്. സോ നമ്മളാണ് ഈ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. സോ ഞാനാണെങ്കിൽ ഇപ്പോൾ ഒരു സ്ഥലം വരെ പോയിട്ട് വരുവാണ്. എയർപോർട്ടിൽ ഒരാൾക്ക് കുറച്ച് പൈസ കൊടുക്കാനുണ്ടായിരുന്നു. അപ്പം അതാണെങ്കിൽ ഞാൻ കൊടുത്തിട്ട് ഇപ്പോൾ വീട്ടിലേക്ക് തിരിച്ചു വരാം. എന്ന് വെച്ചാൽ കൂട്ടുകാരൻ്റെ വീട്, അവൻ്റെ പേര് ഞാൻ എപ്പോഴും മറന്നു പോകും. പിന്നെ ഒരു ശബ്ദം കേട്ടിട്ട് നമ്മൾ വരുമ്പോൾ നമ്മളുടെ ടയറിനാണ് വരുന്ന വഴിക്ക് ചിലപ്പോൾ ഇത് പോയിട്ടുണ്ടാവും, കാറ്റ് പോയിട്ടുണ്ടാവും. അല്ലാണ്ട് വേറെ ഇഷ്യൂസൊന്നും ഇല്ല. നമുക്ക് വേണമെങ്കിൽ ചാർജ് ചെയ്യാം. അത് ചാർജ് ചെയ്യാനുള്ള ഗണ്ണ് ഞാൻ എടുക്കട്ടെ. അന്ന് നമ്മളാണെങ്കിൽ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടതുപോലെ അന്ന് അവിടെ പോയി കുറേ ആ സിറ്റി പോയിട്ട് ഒരാളെ കില്ല് ചെയ്യാൻ മാത്രമാണ് ആവശ്യപ്പെട്ടതെങ്കിലും നമ്മളാണെങ്കിൽ അവിടെ നിന്ന് കുറേ ടെക്നോളജിക്കൽ വെപ്പൺസ് അടിച്ചു മാറ്റിക്കൊണ്ട് വന്നത്. അതിലൊന്നാണിത് ഈ ഒരു പിസ്റ്റൽ കണ്ടോ. എയിം ചെയ്താൽ കറക്റ്റായിട്ട് എത്തും. ഞാനിന്ന് വെടിയിട്ട് എനിക്കൊരു വെടി വെച്ച് തരാം. ഈ പെയിൻറ്റ് ബുള്ളറ്റ് പ്രൂഫ് ആയതുകൊണ്ടാണ് ഇതാ വന്നത്. എന്ന് വെച്ചാൽ അത് ബുള്ളറ്റ് തെറിച്ചതിൻ്റെ പാട് ഇല്ലാത്ത ഇവിടെയൊക്കെയാണെങ്കിൽ ഉണ്ടാവും. കാരണം പുറത്ത് ഡോക്ടർ ഫിക്സിറ്റാണ് അടിച്ചേക്കുന്നത് ഗൈസ്. വാട്ടർ പ്രൂഫുമാണ്, പിന്നെ ഇതുമാണ് ബുള്ളറ്റ് പ്രൂഫുമാണ്. ഓക്കെ, നമ്മളാണെങ്കിൽ ഇവിടെ നേരെ എത്തിയേക്കണോ. ഇതെന്താ വീണ്ടും ഈ ശബ്ദം കണ്ടിന്യൂസ് ആയിട്ട് കേൾക്കണേ. നമുക്ക് മെഡിസിൻ വിളിക്കാം, കുറച്ചും കൂടി സേഫാണ് അത്. അപ്പം മെഡിസിൻ വിളിക്കാം. ഓക്കെ അപ്പം നമ്മളാണെങ്കിൽ ഇവിടെ എങ്ങനെയൊക്കെയോ ടെറസിലെത്തിയുണ്ട്. ബാത്റൂം വഴിയിലെങ്ങാണ്ട് ജമ്പ് ചെയ്ത് വന്നതാണ്. ജമ്പ് ചെയ്ത് വന്നാൽ നീ എന്താടാ സൂപ്പർമാനാണോ എന്ന് നിങ്ങൾ വിചാരിക്കും. അതങ്ങനെയല്ല കൈസ. കാരണം അവിടെ ഇതുവരെ പണി കഴിയാത്തതാണ്. പെയിൻ്റ് അടിച്ചിട്ടൊന്നുമില്ല. പെയിൻ്റ് അടിച്ചാലല്ലേ കുറച്ചൊക്കെ കൂടി കട്ടി ഉണ്ടാവുക. ഇതാണെങ്കിൽ കട്ടിയില്ല, പെയിൻ്റ് അടിച്ചിട്ടില്ല. പെയിൻ്റ് അടിച്ച് കുറച്ചും കൂടി കട്ടി ഉണ്ടായാൽ നമുക്ക് വേണമെങ്കിൽ അവിടെ കയറാൻ പറ്റും. വെറും ബ്രിക്സാണ് അവിടെ ഉള്ളത്. അത് ഉന്തി മാറ്റിക്കൊണ്ട് ഏതിനും വേണമെങ്കിലും ടോയ്ലറ്റിൽ കയറിയിട്ട് അതിനകത്ത് വണ്ടേ കയറാൻ പറ്റും. ഓക്കെ, നമ്മളാണെങ്കിൽ ഇപ്പോൾ ഇവിടെ വന്നിട്ട് എന്നാ ഒന്നും ചെയ്യാനില്ല. ഞാനാണെങ്കിൽ മാസ്ക് ഇട്ടിട്ട് മടുത്തു. കള്ളക്കടത്തായതുകൊണ്ട് ഞാൻ ഇതായി. മാസ്ക് ഇട്ട് മടുത്ത്. കള്ളക്കടത്തല്ലേ എന്ന് വെച്ചാൽ ഒരാൾക്ക് പൈസ ഉണ്ട്. ഇതെന്താ വീണ്ടും ഒരു ശബ്ദം കേട്ടേ. എന്താണ്ട് ഇതുണ്ട് കേട്ടോ എൻ്റെ പുറകിൽ. എന്നെ ആരോ സ്പൈ ചെയ്യുന്നുണ്ടോന്നു. വെറുതെ. നമുക്ക് എന്തായാലും എവിടെ പോയി ഒരു പാർട്ടിക്ക് പോകാനുണ്ട് ഗൈസ്. അപ്പം നമുക്ക് ഈ ഒരു ഔട്ട്ഫിറ്റിൽ പോയാൽ എല്ലാവരും ഒലക്കൊക്കെ എടുത്തിരിക്കും. ഇതെന്താ ഇങ്ങനെ സൗണ്ട് കേൾക്കണേ. എനിക്കറിയില്ല ഗൈസ്, നമുക്ക് മൈൻഡ് ചെയ്യണ്ട. സോ നമ്മൾക്കാണെങ്കിൽ വേഗം ഒരു ബീച്ച് സൈഡിൽ പാർട്ടി ഉണ്ട്. അപ്പം അവിടെ പോയി ഡാൻസൊക്കെ കളിച്ച് വെക്കാം. പിന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ മറ്റേ ബിയർ ഉള്ള പാർട്ടിയല്ല, ചുമ്മാ ഡാൻസിങ് പരിപാടി അത്രേ ഉള്ളൂ. ബീച്ചിൻ്റെ അടുത്ത് ചിൽ മൂഡ്. ചിൽ ബ്രോ അങ്ങനെയൊക്കെയുള്ള ചിലപ്പോൾ ആ പാട്ടുകളൊക്കെ ഉണ്ടാവും കേട്ടോ. ക്യാ ദോസ്തോ ഭായ്, അച്ഛാ കണ്ടൂടാ ഭായ്. ദൈവമേ, ഈ ബംഗാളീസാണ് ഇവിടെ കൂടുതൽ, മലയാളീസ് അല്ല. ചിൽ ബ്രോ, സോറി ചേട്ടാ, സോറി. ദൈവമേ, നാട്ടുകാരൻ്റെ ഇന്ന് പച്ചത്തെറിയാണല്ലോ ഇപ്പോൾ കേൾക്കുന്നത്. ഇല്ലെങ്കിൽ ഈ ന്യൂജൻസൊക്കെ ഇങ്ങനെയാണ് പറയുക. നമ്മളുടെ എന്ന് വെച്ചാൽ ഞാൻ ന്യൂജൻസിനെ കളിയാക്കി പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ 2K കിഡ്സിനെ ഞാൻ കളിയാക്കിയാൽ പറയുന്ന അല്ല, ഞാൻ തന്നെ ഒരു 2K കിഡാ.
അപ്പം എൻ്റെ വയസ്സൊന്ന് ഊഹിച്ചാൽ മതിയല്ലോ, 8 വയസ്സാണ്. അപ്പം അയ്യോ ആ അപ്പം 2K കിഡ്സിന് ഞാൻ കളിയാക്കി പറഞ്ഞതല്ല കേട്ടോ ഗൈസ്. എന്താണെന്ന് വെച്ചാൽ ഞാനാണെങ്കിൽ ചുമ്മാ ഈ ജെൻസി എന്നാണ് പറഞ്ഞത്, അല്ലാണ്ട് 2K കിഡ്സില്ല. അപ്പം ഞാൻ 2K കിഡ്സിനെ തള്ളിപ്പറയല്ല, പിന്നെ 90 കിഡ്സിനെയും അല്ല, പിന്നെ 80s കിഡ്സിനെയും അല്ല. ഞാൻ ചുമ്മാ ഒന്ന് പറഞ്ഞേ ഉള്ളത്, സീരിയസ് ആയിട്ട് എടുക്കണ്ട കേട്ടോ. സോ ഇനി സോറി ഞാനിപ്പോൾ പറയുന്നു. അമ്മേ സോ പ്രീവിയസ് എപ്പിസോഡ് കാണാത്തവർ ഒന്ന് പോയി കാണാം, ഇല്ലെങ്കിൽ ഇതിനകത്തുള്ള ഒരു സാധനവും മനസ്സിലാവില്ല ഗൈസ്. സോ ഇതാണ് പാർട്ട് 5 പുവർ ടു റിച്ച് സീസൺ 1. സീസൺ 2ൻ്റെ പേരെല്ലാം മാറിക്കും. പിന്നെ ഇത് ഇടണമെങ്കിൽ നിങ്ങൾ തന്നെ പറഞ്ഞാൽ ഞാൻ വേണമെങ്കിൽ ഇടാം, ഇല്ലെങ്കിൽ നിങ്ങളുടെ ഡിസിഷൻ. എൻ്റെ ഓപ്പോസിറ്റ് ആണെങ്കിൽ ഞാൻ ഇടുന്നില്ല. എനിക്ക് ഇടണമെന്നുണ്ട്, അപ്പം നിങ്ങൾക്ക് ഇടണമെന്നില്ലെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ഇടില്ല. അങ്ങനെ വേറെ ഏതെങ്കിലും ഗെയിംസ് ട്രൈ ചെയ്യണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇവിടെ എല്ലാവരും പോയാ? എന്തായാലും ഇവിടെ ചെറിയ പാട്ടൊക്കെ ഉണ്ട്, നമുക്ക് ഡാൻസ് കളിക്കാം. ഇവിടുന്ന് ഡാൻസ് കളിക്കാൻ പറ്റില്ല, ഇവിടുന്ന് ഇവിടുന്ന് കളിക്കാൻ നല്ലത്. അമ്മേ പാട്ട് ഓണാക്കട്ടെ. chill bro, mama kill bro, nana edukki mama chill bro, mana kill bro, nana edukku kill bro, nana nil bro, and edukku kill it bro. നമ്മള് അണ്ണൻ്റെ ഡാൻസ് ഉണ്ടല്ലേ, ഞാൻ തൊള്ളാത്തവൻ നാരെടുത്ത വറവ അണ്ണൻ ഇറങ്ങി വറവ തീ കൊടുക്കും സിംഗത്തെ തിരി കൊടുത്തു സിംഗത്തപ്പ ടൗൺ 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 ഇങ്ങനെ കളിച്ച ആൾക്കാരെ തെറ്റിദ്ധരിക്കില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ മ്യൂസിക് കണ്ടിന്യൂ. ഞാൻ ഓക്കെ വത്തിറൈഡ് മല്ല വാട്ടിറൈഡ്. എനിക്ക് ആ പാട്ട് നന്നായിട്ട് അറിയില്ല. വേറെ പാട്ട് പിടിക്കാം. ഓണം വന്നല്ലോ തിരുവോണം വന്നല്ലോ. ആ ഓക്കെ. സോ ഗൈസ്, ഞാൻ നിങ്ങളൊരു കാര്യം പറയാൻ മറന്നുപോയി. എല്ലാവർക്കും ഹാപ്പി വിഷു. ഓക്കെ. സിഗുടുത്തു താനാനും ഈ പാട്ടല്ലേ ഇന്ന് നേരത്തെ പാടിയ. വേറെ പാട്ട് പഠിക്കാം. ഒരു സാബോഡിഡ് മതി. ഡാൻസ് കളിച്ച് നമ്മളുടെ അണ്ണൻ ക്ഷീണിച്ചു പോയി. ദൈവമേ, ഇന്നങ്ങനെ മിഷൻസ് ഒന്നും ഇല്ലായിരുന്നു ഗൈസ്. പിന്നെ മിഷൻസ് ഇല്ലാത്തതാണല്ലോ നല്ലത്. 10 മിനിറ്റ് ഹെഡ്സെറ്റിൽ നിന്നൊരു കോളായിരുന്നു. എടാ നിനക്കൊരു മിഷൻ കിട്ടി. ഒരു മിഷൻ ഇല്ലെന്ന് പറഞ്ഞുള്ളൂ, വേറൊരു മിഷൻ ചടിക്കറി വന്നു. എടാ പോലീസ് സ്റ്റേഷനിൽ നീ നുഴഞ്ഞ് കയറിയിട്ട് അവിടെയുള്ള ഒരു കീ അടിച്ചു മാറ്റണം. നുഴഞ്ഞ് കയറാന്ന് വെച്ചാൽ ഓക്കെ. ഏത് കീ? എടാ നമ്മളാണെങ്കിൽ നാളെ ഒരു സ്ഥലം വരെ പോവുക, അവിടെ സാധനം അടിച്ചു മാറ്റാനുണ്ട്. അതിൻ്റെ കീ പോലീസ് സ്റ്റേഷനിലുള്ള. ഞാനാണെങ്കിൽ ഇപ്പം പോലീസ് സ്റ്റേഷനിലാണ്. സീക്രട്ടായിപ്പൊന്ന് അടിച്ചു മാറ്റാം. എടാ എവിടെ നിന്നാടോ നിനക്ക് ഇതൊക്കെ കിട്ടിയ? വണ്ടി പോലീസുകാർ എടുത്തോണ്ട് പോകാൻ പറ്റില്ല എന്നല്ലേ പറഞ്ഞേ? സാറെൻ്റെ കൂട്ടുകാരൻ തന്നെയാ. ശരി, ഉള്ളി പോയിക്കോ. ഓക്കെ, എവിടെയാണ് തപ്പണമല്ലോ.
പ്രീവിയസ് എപ്പിസോഡ് കാണണം ഗൈസ്. ഓക്കെ അമ്മ ഇവിടെ ഉണ്ടായിരുന്നു. കിട്ടി, സാധനം കിട്ടി. ഫോട്ടോ അവൻ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു, അത് നോക്കി തന്നെ ഞാനെടുത്തു. ഓക്കെ. അയ്യോളെ തിരിഞ്ഞല്ലോ, മോളിൽ പോകാൻ പാടില്ല എന്നാണ് നിയമം. തിരിയുന്നതിന് മുമ്പ് ഇങ്ങനെ സൈൻ ചെയ്യുന്ന പോലെ നിൽക്കാം. എന്താ സാറേ? ഒന്നിനും ഞാൻ വിളിച്ചിട്ടൊന്നുമില്ലല്ലോ, ഞാൻ ചുമ്മാ എന്താ സാറേ എന്ന് വിളിച്ചതേ ഉള്ളൂ. സോ നമ്മളാണെങ്കിൽ ഇങ്ങോട്ട് വണ്ടീൻ്റെ അടുത്തോട്ട് വന്നിട്ടുണ്ട് ഗൈസ്. എങ്കടാ പാത്താ? ഞാനാണെങ്കിൽ തമിഴ് കേട്ടോ പറയുന്നത്, കറക്റ്റ് തമിഴാണോ എന്ന് ചെറിയ ഡൗട്ട് ഉണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ഒരു മിഷൻ പൂർത്തിയാക്കി. തേര് കൊടുത്തു സിംഗത്തെ തേര് കൊടുത്തു സിംഗത്തെ ഇപ്പം നാറെടുത്ത വറവ, ഇപ്പം നാറെടുത്ത വടിയായി അങ്ങനെ പറയേണ്ടി വരും. റെഡിയായി വന്നിട്ട് ബൈക്കിടിച്ച് വടിയായി അങ്ങനെ ചിലപ്പോൾ പാടേണ്ടി വരും കേട്ടോ. നേരത്തെ ഇപ്പോൾ അതാ സംഭവിക്കാൻ പോവായിരുന്നു. ഞാൻ ജസ്റ്റിന് ബ്രേക്ക് പിടിച്ചോണ്ട് മാത്രം രക്ഷപ്പെട്ടു. നമ്മളുടെ ഒരു കൂട്ടുകാരൻ വിളിക്കുന്നുണ്ട്, എൻ്റെ വേറെ ഒരു കൂട്ടുകാരൻ. അതാണെങ്കിൽ നിങ്ങൾ വിചാരിക്കും ഇത് ഇവന് കൂട്ടുകാരനോട് കൂട്ടുകാരൻ, ഞങ്ങളില്ലല്ലോടെ ഇത്രയും കൂട്ടുകാരൻ ചിലപ്പോൾ വിചാരിക്കും. അപ്പോൾ ജസ്റ്റ് ഫോർ ദ വീഡിയോ അതിങ്ങനെ അടിച്ചാൽ മതി. കൂട്ടുകാരൻ ഇവനെ സോറിടാ, അയ്യോ തള്ളിപ്പോയി. എവിടെ പോയി? ഇവനല്ല, ഇവൻ ഈ ഡോക്ടർ MBBS. എടാ കയറിക്കോ മോനെ, കയറടാ വേഗം. കയറി. തിരികൊടുത്തു സിംഗത്ത. എടാ നീ പാട്ട് പാടി കൊളാക്കല്ലേ, എനിക്കറിയാം. നീ ഇങ്ങോട്ട് വന്നപ്പം തിരികൊടുത്തു സിംഗത്ത് ഞാനെടുത്ത വരവ ബൈക്ക് വന്നിട്ട് വടിയായി പോയെന്ന് പാടിയത് ഞാൻ കേട്ടു. പിന്നെ ആ വടിയായി പോകുന്ന നേരവും ഞാൻ കണ്ടു. മര്യാദയ്ക്ക് നന്നായിട്ട് ഓടിക്കട പ്രാന്ത. ഞാൻ സംസാരത്തിൻ്റെ ഇടയിൽ ഒരു മഴപ്പോയി ഗൈസ്. അവൻ്റെ വീട് ഇവിടെ ആയിരുന്നു, കുറേ നടക്കാനുള്ളതുകൊണ്ട് അവൻ എന്നെ വിളിച്ചു. ഈ പോസ്റ്റിനൊക്കെ വേറെ പണിയില്ലേ, ചുമ്മാ ആൾക്കാരെ വന്നിപ്പിച്ച് ഇടിപ്പിക്കാൻ. അവൻ്റെ വീട് ഇവിടെ. ഞാനാണെങ്കിൽ കറക്റ്റ് വീട് നോക്കി പറയണം. ഇതാണെങ്കിൽ ഒരു സൊസൈറ്റി വീട് പോലെ ഉണ്ട് ഗൈസ്. ഇനി ഇതിൻ്റെ സെക്രട്ടറി ആരാണോ? സെക്രട്ടറി അവറാൻ ഈശ്വര ചതിച്ച. നീ ഇവിടെ ഇറങ്ങിക്കോട്ടെ. ബായ്. ഇതായിരുന്നു അവൻ്റെ വീട്. എനിക്ക് മാറിയില്ലായിരുന്നു, നേരെ ഞാൻ മറന്നു പോയി ഗൈസ്. ഭാഗ്യത്തിന് വണ്ടി എടുക്കാൻ പറ്റി. ഓക്കെ അമ്മേ सिर गुड़तु सिंगत अम्मे ये क्या भाई क्या दोस्तों अच्छा കണ്ണ് കാലില്ലേ? ആ ചേട്ടന് ഇത്തിരി മലയാളിയാണെന്ന് തോന്നുന്നു. ഈശ്വര, നമുക്ക് ഇവിടുന്ന് കയറിയാലോ. സോ നമ്മളാണെങ്കിൽ ഇപ്പോൾ ചെറുതായിട്ടൊരു ഗാങ്സ്റ്റർ ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ, അത് വേറെ കാര്യം. നമുക്കാണെങ്കിൽ പ്രത്യേകിച്ചൊരു മിഷൻസ് അങ്ങനെ കിട്ടണില്ലല്ലോ. ഐഡിയ, നമുക്ക് എയർപോർട്ടിൽ പോയിട്ട് കുറച്ച് ആൾക്കാരെ മീറ്റ് ചെയ്യാനുണ്ട്. മീൻസ് എന്ന് വെച്ചാൽ പൈസ അവിടെ ഇടണ്ട, നമുക്ക് കുറേ ആൾക്കാർ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകും. ഞാനാണെങ്കിൽ പൈസ എടുത്തിരുന്നു വീട്ടിൽ നിന്ന്. അപ്പോൾ അവരാണെങ്കിൽ ഓൾറെഡി എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു അങ്ങനെ പൈസ ഇടാൻ. ഓക്കെ, നമ്മൾക്കാണെങ്കിൽ റിവേഴ്സ് എടുത്ത് പോവാം. ഇപ്പം നിങ്ങൾ വിചാരിക്കും നീ എങ്ങനെയാടാ കാല് കുത്താണ്ട് റിവേഴ്സ് എടുക്കണേന്ന്. അതിന് വേറൊരു ലോജിക്ക് ഉണ്ട് ഗൈസ്. കാരണം ഞാനാണെങ്കിൽ നേരത്തെ ആ പിസ്റ്റൾ വെച്ച് വീഡിയോ വെച്ചില്ലേ, അതുകൊണ്ടാണ് എനിക്കിത് ഇങ്ങനെ പറ്റുന്നത്. ഓക്കെ, അങ്ങനെ കുറേ വെപ്പൺസ് എൻ്റെ കയ്യിലുണ്ട് കേട്ടോ ഗൈസ്. ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. ഒന്നിതേ ഈ പിസ്റ്റല്,
അവിടുന്ന് കിട്ടിയത് കേട്ടോ. ഒന്ന് ഈ AK-47, ഒന്ന് ഈ മിസൈൽ. വേണമെങ്കിൽ മിസൈല് വേണമെങ്കിൽ ഞാൻ ഒരു പടക്കം പോലെ പൊട്ടിച്ചു തരാം. മോളിൽ പോയി ബൂം, ദേ പടക്കം പൊട്ടുന്ന പോലെ പൊട്ടിയില്ലേ. പിന്നെ അതെ എൻ്റെ വെറും കൈ, പിന്നെ ഈ ഒരു സ്നൈപ്പർ, പിന്നെ ഈ ഒരു സ്റ്റിക്കി ബോംബ് ഇങ്ങനെ എറിഞ്ഞു. എന്നിട്ട് എന്നിട്ട് അയ്യോ ദൈവമേ, എവിടെടാ ഫോൺ എടുത്തിട്ട് ഇങ്ങനെ, അയ്യോ ബട്ടൺ മാറിപ്പോയി ഗൈസ്. എടാ ആക്ടിവേറ്റ് നിൽക്കുക. ബൂം, പൊട്ടിത്തെറിച്ചു. ഇനിയാണ് മോനെ നമ്മളുടെ സാധനം മെഷീൻ ഗണ്ണ്. എൻ്റെ സകല കൺട്രോളും ഇപ്പോൾ ഇത് കിട്ടുമ്പോൾ പോവും. ഇപ്പം ഞാൻ ആ കൺട്രോൾ നിയന്ത്രിക്കാൻ പഠിച്ചു വരുവാണ്. ഈശ്വര, ഇതിൻ്റെ പേര് നമ്മൾ ഈ ബൈക്കും കളയോ? ഞാൻ അറിയാണ്ടാണെങ്കിൽ ഒരു ആവശ്യത്തിന് ഞാൻ ചെയ്തു പോയതാണ് സാറേ. ജയിലിൽ പോലെ അമ്മച്ചി. ഇങ്ങോട്ടെല്ലാം മോനെ. പൈസ ഇട്ടില്ലല്ലോ, താഴെ പൈസ ഇടാം. ഇട്ടു. ഞാൻ ഒരു പോയി എടുത്താൽ മതി നമുക്ക്. എവിടെ ഒരു ഇല്ലാത്ത പാട്ടെടുത്ത് പാട്ട് ചെയ്താ കേട്ടോ, അത് നിങ്ങൾ കാര്യമാക്കണ്ട. വാട്ട് എ പെർഫെക്റ്റ് ലാൻഡിങ്. എടാ റോട്ടിൽ കൂടെ ആണോടാ വണ്ടി ഓടിക്കുന്നത്? പിന്നെ റോട്ടിൽ കൂടെ അല്ലാണ്ട് പിന്നെ ഫുട്പാത്തിൽ കൂടി ഓടിക്കാൻ പറ്റുമോ ചേട്ടാ? അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചേ. ആ ചേട്ടന് പറഞ്ഞപ്പോൾ മാറിപ്പോയി. ഓക്കെ, നമുക്കാണെങ്കിൽ നമ്മളുടെ മുതലാളിനോട് വിളിച്ചത് ജോബ് തരാൻ പറ്റുമെന്ന് ചോദിക്കണം. എന്നാലും എങ്ങനെയാണ് ഞാൻ ഫയേർഡ് ആയത് എനിക്കറിയില്ല ഗൈസ്. ആ വണ്ടീൻ്റെ ബമ്പർ അടിച്ചു പോയി. നോട്ട് ചെയ്തില്ല പുള്ളിക്കാരൻ. നമുക്കൊന്ന് ഹെഡ്സെറ്റ് കണക്ട് ചെയ്യാം. എടാ എന്താടാ മോളെ, നിന്നെ ജോലിയിൽ ഫയർ ചെയ്താണ്. എന്തിനാ നീ വീണ്ടും വിളിക്കണ? എന്നെ ജോലിയിൽ തിരിച്ചെടുക്കുക പ്ലീസ്. എനിക്ക് വേറെ ജോലിയില്ല. നീയല്ലേ ഇപ്പം ഇവിടുത്തെ മുഴുവൻ ഗാങ്സ്റ്റർ. അതുകൊണ്ട് തരാൻ പറ്റൂല. ഇയാൾ ഞാൻ നിൻ്റെ മുന്നേ വെച്ചിട്ട് എന്നെ കൊന്നു കാണിച്ചേരടാ. ഇയാളിൻ്റെ വേണ്ട നിൽക്കുമ്പം അയാൾ പറഞ്ഞാൽ ശരി, എനിക്ക് ഗ്യാങ്സ്റ്റർ ജോലിയൊക്കെ ഉണ്ട്. എവിടാ അയാളുടെ വീട്ടിൽ പോയി ഞാൻ കൊല്ലും. ഓടാ ദേഷ്യം. ചുമ്മാ വേണ്ട നോക്കുമ്പോൾ തലേ കൂടി ഡാൻസ് കളിക്കുക. ഞാൻ ചുമ്മാ ഒന്ന് ചോദിച്ചല്ലേ ഉള്ളൂ. അതേ അയാൾ ആ കറുപ്പ് ഷർട്ട് ഇട്ട പിശാശി നിൽക്കട അവിടെ. അയ്യോ ഫ്രാങ്ക്ലിൻ രമേശ, ഇനിയൊന്നും ചെയ്യല്ലേ. നിന്നെ അല്ല. ചാവ്, മരിക്കടാ ഉള്ളു. പിന്നെ അയ്യോ നമ്മളൊരു കാര്യം പറഞ്ഞില്ലേ, ആക്രാന്തം കൊണ്ട് പോലീസ് വരുമെന്ന് പറഞ്ഞു. എസ്കേപ്പ്. അമ്മേ, പോലീസ് എണ്ണ ഇല്ല. ഭാഗ്യത്തിന് വരുമോ അറിയില്ല. കൊടുത്തു സിംഗത്തെ വണ്ടി തിരിക്കും അച്ഛനെ. ഭാഗ്യത്തിന് ഡ്രിഫ്റ്റ് എടുത്ത് വളച്ചോണ്ട് ഭാഗ്യം. അല്ലെങ്കിൽ നമ്മളിതൊക്കെ നിസ്സാരല്ല ഗൈസ്. നമ്മൾ പ്രോ ഡ്രൈവേഴ്സ് അല്ല ഗൈസ്. നിങ്ങൾക്ക് എൻ്റെ ഹിസ്റ്ററി അറിയാലോ അമ്മ. പ്രോ ഡ്രൈവേഴ്സ് എന്ന് പറഞ്ഞപ്പോൾ റൈഡേഴ്സ് എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനൊരു വിധി പ്രതീക്ഷിച്ചില്ല. ഓമ്മേ, എടാ എന്നെ ഫയർ ചെയ്യാൻ തുടങ്ങിയടാ. വേഗം പോയി ബൈക്കിൽ കയറി വച്ചു, ഇല്ലെങ്കിൽ സീനാവും. എവിടെ വേഗം മാറാ ഭ്രാന്ത. ദൈവമേ, ഭാഗ്യം. ഇല്ലെങ്കിൽ എൻ്റെ നെറ്റി കൂടെ ഓട്ടോ കിട്ടില്ലേ. പറയട്ടെ പോലീസ്. ഭാഗ്യം ഡ്രിഫ്റ്റ് എടുക്കാൻ നിന്നെ അത് പോയി കിട്ടി.
എടാ ഒന്ന് ഒഴിഞ്ഞു വിട്ടടാ കാലന്മാരെ. ഓ എൻ്റെ ബൈക്കാണെങ്കിൽ തെറിച്ചും പോയി. അമ്മേ ആണെങ്കിൽ ഷൂട്ട് ചെയ്യാൻ തുടങ്ങുമെന്ന്. അമ്മേ ഷൂട്ട് ചെയ്യില്ല. പോസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞത് തിരിച്ചെടുത്തോട്ടോ. ഞാൻ അറിയാണ്ടൊന്ന് ഈ പോസ്റ്റ് എന്തിനാണ് വെച്ചേക്കുന്നതെന്ന് അറിയാണ്ടൊന്ന് പറഞ്ഞു. ഞാൻ തിരിച്ചെടുത്തേക്കേ, സോറി. പോലീസ് ഭാഗ്യത്തിന് ഒഴിവായി കിട്ടി. ഇനി ഇതുപോലെ ഒന്നും വരില്ലേ, അങ്ങനെയാണ് എൻ്റെ ഒരു പ്രാർത്ഥന. ഓക്കെ അമ്മേ, ഞാൻ ഇനി എവിടെയെങ്കിലും ഒന്ന് റൈഡ് അടിച്ച് തരാം. ആ ജമ്മീന്ന് മോളിൽ പോകാം. ആക്രാന്തം കൊണ്ട് ഞാനാണെങ്കിൽ അറിയാണ്ട് ആലോചിക്കാണ്ട് എടുത്തതിനെ കൊന്നു. അതിൻ്റെ പിന്നെ ആ എയറോപ്ലെയിൻ നശിപ്പിച്ച ഈ കേസിൽ എന്നെ ദയവ് ചെയ്ത് ഒന്ന് പോലീസ് കൊണ്ടുപോകല്ലേ ദൈവമേ. നമുക്ക് ജമ്പൊക്കെ അടിച്ചിട്ടുണ്ട്, നമുക്കൊന്ന് റോൾ ചെയ്തും കൂടി വരാം അവിടെ. അമ്മേ നിൽക്കടാ. ഓക്കെ റോൾ കറോ. അമ്മേ ഫുള്ള് റോൾ ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഹാഫ് ഓഫ് പോർഷൻ റോൾ ചെയ്യാൻ പറ്റില്ല ഗൈസ്. സോ നമുക്ക് നേരെ വീട്ടിൽ പോകാം. ഇനി ഇവിടുന്ന് എല്ലാം കറങ്ങിയ പോലീസ് നമ്മൾ എടുത്തിട്ട് ഓടിച്ചിട്ടടിക്കും. ഓക്കെ നമുക്ക് നേരെ ഗ്യാരേജിൽ പോയി വണ്ടിയുടെ ഒന്നും അറിയാത്ത പോലെ വീട്ടിൽ കയറി ഇരിക്കുക. അത്രയേ ഉള്ളൂ നമ്മളുടെ പണീന്. ഓക്കെ ബൂം ബാഡ് ബോയ്. അമ്മ അപ്പം ബൂം ബാഡ് ബോയ്. സോ നിങ്ങൾ വിചാരിക്കും നീ ബീച്ചിൽ പോയപ്പോൾ ഈ പാട്ടൊന്നും എന്താ വെക്കാത്തതെന്ന്. ഇപ്പോഴൊക്കെ നീ ഈ പാട്ടൊക്കെ പാടുന്നുണ്ടല്ലോ വെക്കുന്നുണ്ടല്ലോ എന്നൊക്കെ വിചാരിക്കും. കാരണം ആ സമയത്ത് ഞാൻ മറന്നുപോയി. അപ്പം ഈ ഒരു വീഡിയോ ഇവിടുന്ന് അവസാനിക്കുകയാണ്. സോ ഫോർ യു റീച്ച് പാർട്ട് 6 വരും ഉടനെ തന്നെ, കമ്മിങ് സോൺ. സോ ഇറ്റ് വിൽ ബി നോട്ട് അഗെയിൻസ്റ്റ് ലേറ്റർ. പിന്നെ വൺ മോർ തിങ് എനിക്ക് പറയാണ്ട്, ഞാൻ എന്താണ് ഈ എപ്പിസോഡ് 5 ഇടാൻ താമസിച്ചതെന്ന് വെച്ചാൽ, കാരണം എനിക്കാണെങ്കിൽ കുറച്ച് ജോബ്സ് ഉണ്ട്, വേറെ കാര്യങ്ങളുണ്ട്. എനിക്കാണെങ്കിൽ സ്കൂൾ ഹോംവർക്ക് വേണം. പിന്നെ സ്കൂൾ കഴിഞ്ഞ് ഹോംവർക്കൊന്നും ഇല്ല എന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിച്ചത് അബാക്കസ് ഹോംവർക്ക് വേണം. പിന്നെ എനിക്ക് വേറെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു പാർട്ട് 5 വരാൻ ലേറ്റ് ആയത്. സോ അതിനും സോറി പറയുന്നു. ബൈ.